ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ നാളത്തെ വിശേഷം എന്താണെന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് തീരെ ബോറാക്കുന്നൊന്നുമില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് നമ്മുടെ ഗൗതമിന്റെ ആ ഒരു എന്താ പറയുക, നമ്മുടെ നന്ദയോടുള്ള ദേഷ്യവും വെറുപ്പും കൂടി വരികയാണ്. അതും വെറുതെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് നമ്മുടെ നന്ദയോടും ദേഷ്യവും ആ ഒരു വിരോധവും ഒക്കെ കൂടി വരുന്നത്. ഗൗതമിന്റെ തെറ്റിദ്ധാരണ മാറിക്കിട്ടി. ഗൗതമിന്റെ തെറ്റിദ്ധാരണയല്ല, നന്ദയുടെ തെറ്റിദ്ധാരണ മാറിക്കിട്ടി. കാരണം ആ കുഞ്ഞ് ദത്തുപുത്രനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി പിങ്കിയും ഗൗതമും തമ്മിലൊരു ബന്ധമില്ല എന്ന്. പക്ഷെ അവിടെ നമ്മുടെ ഗൗതമിനായിക്കോട്ടെ ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ നന്ദയോടുള്ള വെറുപ്പ് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നന്ദയോടുള്ള ആ ഒരു എന്താ പറയുക, തെറ്റിദ്ധാരണയും കൂടി വരികയാണ്. അപ്പം അതിന് ഒരു സീൻ, അത് എടുത്തു കാണിക്കുന്ന ഒരു സീനാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അപ്പൊ ഇനിയിപ്പോൾ നാളെ കാണാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നന്ദുമോൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറുമെന്നൊക്കെ പറയാറുള്ളത് പോലെ തന്നെ, അത് പറയാറുള്ളതല്ല, അത് ശരി തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ആ കുട്ടി ഇഷ്ടപ്പെട്ട ഡോക്ടർ ആൻറ്റിയും ഗൗരിമോളും ഒക്കെ കൂടെ ഉള്ളപ്പം ആ കുട്ടിക്ക് സന്തോഷം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ ആ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണ്, ബോളൊക്കെ അടിച്ച് തെറിപ്പിക്കാനും നടക്കുവാനും ഓടുവാനും ഒക്കെയുള്ള ആ ഒരു ട്രെയിനിങ്. അതിനോടൊപ്പം ആ കുഞ്ഞിനോട് പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ തോറ്റു പോകുമെന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, നമ്മൾ ജയിക്കും, ഉറപ്പായിട്ടും ഒരു ദിവസം നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞ് തന്നെ വേണം മുന്നോട്ടേക്ക് പോകാൻ. അപ്പൊ അത് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദുമോന് ഓടാനായിട്ട് സാധിക്കും. നന്ദുമോന് ആരുടെ കൂടെ ഓടിയാലും ഫസ്റ്റ് എത്തും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റിന്റെ ആവശ്യമൊന്നുമില്ല കാലിന്. ഇനി നമുക്ക് പതുക്കെ ബ്രേസ്ലെറ്റൊക്കെ നൂരി മാറ്റിയിട്ട് കൊച്ചിന് നടക്കാൻ പറ്റും എന്ന് കൊച്ചു തറപ്പിച്ച് മനസ്സുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് കൊച്ചങ്ങ് നടന്നു നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഒന്ന് നടന്നു, നമ്മുടെ നന്ദുമോൻ വീണു. രണ്ടാമതൊന്നും നടന്നു, നമ്മുടെ നന്ദുമോൻ വീണു. മൂന്നാമത്തെ നടത്തത്തിൽ നമ്മുടെ നന്ദുമോന് നന്ദ പറഞ്ഞ ഒരു വരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടം വരെ നടക്കുകയാണ്. സന്തോഷം, ഇപ്പൊ ആത്മവിശ്വാസം കൂടി നന്ദുവിന്റെ. അതുപോലെ നന്ദുവിന് ഒരു ബോൾ കൊടുത്തു. ആ ബോൾ കൊടുത്ത് അത് അടിക്കാൻ വേണ്ടി കാലും കൊണ്ട്, അതായത് വയ്യാത്ത കാലും കൊണ്ട് തൊഴിക്കാൻ വേണ്ടി ശീലിപ്പിക്കണം. അപ്പം എനിക്ക് പറ്റില്ല ആൻറ്റി, എനിക്ക് പറ്റില്ല ഡോക്ടർ ആൻറ്റി, ഇതെനിക്ക് പറ്റില്ലെന്ന് പറയും. അപ്പം കുട്ടിക്ക് ആ ഒരു കാലിനുള്ള ശേഷിക്കുറവ് കാരണമാണ് കുട്ടിക്ക് അത് പറ്റാത്തത്. അപ്പം നമ്മുടെ നന്ദ പറഞ്ഞു, ഒന്നടിച്ച് നോക്ക്, പറ്റില്ലെങ്കിൽ വേണ്ട. പക്ഷെ രണ്ടാമത് മോനത് അടിച്ചിരിക്കും, അത് ആൻറ്റിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ആൻറ്റി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഗൗരിമോളും അവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. പറ്റും നന്ദുമോനെ, നിന്നെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല, പറ്റും എന്നൊക്കെ ഇങ്ങനെ നന്ദുമോളും പറയുന്നുണ്ട്. രണ്ടാമത് അടിച്ചപ്പോഴത്തേക്കും കൊച്ചു പരാജയപ്പെട്ടു. അപ്പൊ മൂന്നാമത് ചോദിച്ചു, അപ്പൊ ഇനി അല്ല മൂന്നാമത് അടിക്കുന്നുണ്ടോ മോന്, അത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ ഈ പ്രാവശ്യം അടിക്കും ആൻറ്റി, അത് ഉറപ്പാ ഡോക്ടർ ആൻറ്റി, ഞാൻ ഈ പ്രാവശ്യം അടിച്ചിരിക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ കൊച്ചിന്റെ വിശ്വാസം പോലെ, അപ്പൊ ആ വിശ്വാസത്തെയാണ് നമ്മളെ ആ ഒരു പ്രാധാന്യം കൊടുത്ത് കാണിക്കുന്ന. വിശ്വാസം പോലെ തന്നെ നടക്കുകയാണ്, അവിടെ സംഭവിക്കുകയാണ്. കുട്ടിക്ക് അടിക്കാനായിട്ട് കഴിഞ്ഞു. ആ അടിച്ചു തെറിപ്പിക്കുന്ന ബോൾ ചെന്ന് വീഴുന്നത് നമ്മുടെ ഗൗതമിന്റെ മുമ്പിലാണ്. ഇത് കണ്ടതും ഗൗതമിന് ഭയങ്കര സന്തോഷമാകുകയാണ് കേട്ടോ. ഗൗതമിന് എന്തെന്നില്ലാത്ത സന്തോഷം. ഗൗതം, നന്ദു മോനെ നീയാണോ ബോൾ അടിച്ചതെന്ന് ചോദിച്ചപ്പോ എന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റും അച്ഛാ, അച്ഛന്നല്ല എന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റും പപ്പ, ഞാൻ എത്ര ദൂരെ വേണമെങ്കിലും ഇനി ഓടും, ഞാൻ എത്ര ദൂരെ വേണമെങ്കിലും നടക്കും, നോക്കിക്കോ അടുത്ത പ്രാവശ്യം നമ്മുടെ സ്കൂളിലെ മീറ്റിനെ ഞാനായിരിക്കും ചാമ്പ്യൻഷിപ്പ് നേടുക, അത് ഉറപ്പാ, എനിക്ക് നന്ദ ഡോക്ടർ വാക്ക് തന്നിട്ടുണ്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ടേ, അതിൻ്റെ കൂടെ ഗൗരിമോളും ഉണ്ടല്ലോ എന്നൊക്കെ ഈ കുട്ടി പറയാണ്. ഏതായാലും നമ്മുടെ ഗൗതം കയറി വന്നിട്ട് നന്ദ താങ്ക്സ്, വലിയ ഉപകാരമാണ്, വലിയ താങ്ക്സ് ആണ്, എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതലും പ്രാധാന്യം അത് ഡോക്ടർ നന്ദയ്ക്ക് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, വളരെയധികം പ്രോത്സാഹിപ്പിക്കലല്ല നന്ദി പറയുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോകുന്നത്. ഉയ്യോ, പിന്നെ ബാക്കി കാണിക്കുന്ന അവിടെ ഇന്ദീവരം തറവാട്ടാണ്. ഇന്ദീവരം തറവാട്ടിൽ എങ്ങനെയൊക്കെ എരിവ് കയറ്റി വെക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ മോഹിനി ഒരു കള്ളഗർഭവും കണ്ടിട്ടാണ് കേട്ടോ കിടന്ന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മകൻ്റെ കുഞ്ഞിന് വേണം ഇവിടെ പ്രാധാന്യം കിട്ടാൻ. അപ്പം അതിനുവേണ്ടിയുള്ള തത്രപ്പാടുകളൊക്കെയാണ്. അപ്പം അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മോഹിനിയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ പെരുപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ കൂടെ നമ്മുടെ പിങ്കിയും കൂടെ വന്നു കഴിഞ്ഞപ്പം പിങ്കിയോട് അരുന്ധതി ചോദിച്ചു, മോളെ
ഇവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അതും കൊണ്ട് ലോഡ് കല്ല് വന്ന് ഇറക്കണതാണ്. അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടോ നിങ്ങൾ ഈ കേൾക്കുന്നത്. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ആകുമായിരിക്കും, ഒന്ന് ക്ഷമിച്ചേക്കണേ. കാരണം അവരുടെ ജോലി അവർക്ക് ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ ജോലി ചെയ്യുന്ന പോലെ അവരുടെ ജോലി അവർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ. എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ക്ഷമിച്ചേരെ. അപ്പം അങ്ങനെ നമ്മുടെ പിങ്കിയോട് പറയാണ്, മോളെ നീ എന്താണ്, നിനക്ക് തന്നെ നീ കുഴി തോണ്ടി വെക്കരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നീ വീണ്ടും 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 എന്തിനാണ് നീ അവളുടെ ആ ഒരു സഹായം തേടി പോകുന്നത്? അതിൻ്റെ കാര്യമുണ്ടോ? എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, അതിൽ ലണ്ടനിലോ അമേരിക്കയിലോ ഒക്കെ പോയി ചികിത്സിക്കാന്ന് പറയില്ല. പിന്നെ ഈ ഇവിടെ തന്നെ വേണമെന്ന് എന്താ പിങ്കി ഇതിനൊക്കെ നിർബന്ധം എന്ന് പറഞ്ഞപ്പം ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നന്ദ തന്നെയല്ലേ, നന്ദയെപ്പോലെ ഒരു ഡോക്ടർ നന്ദയല്ലേ കാണത്തുള്ളൂ, അത് അല്ലാതെ വേറെ ആരും കാണത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, മോളെ പിങ്കി ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിരുന്നു, ഇത് നിനക്ക് ചെയ്യുന്ന ചതി, നീ നിനക്ക് വേണ്ടിയാണ് ചതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, പഴയ കഥകളൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് പിന്നെ വല്യമ്മ, എനിക്ക് പറയാനുള്ളത് വല്യമ്മ കേൾക്കണം. എനിക്കിപ്പം വേറെ ആരുമല്ല പ്രാധാന്യം, എൻ്റെ മകനാണ്. അവന് നിങ്ങൾക്കെല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾക്കൊരു ദത്തുപുത്രനായിരിക്കാം. ഒരുപക്ഷെ ഇവിടെ പവിത്രയുടെ കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കും എൻ്റെ മകന് ആ സ്ഥാനവും ചിലപ്പോൾ നിങ്ങൾ കൊടുത്തില്ലെന്നൊക്കെ വരാം. അതൊന്നും ഇവിടെ പ്രസക്തിയില്ല, അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ എൻ്റെ മകനും എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. എനിക്ക് ഒരിക്കലും അവന് എൻ്റെ ദത്തുപുത്രനല്ല, അവനെൻ്റെ സ്വന്തം മകനാണ്. അവന് വേണ്ടി ഏതറ്റം വരെ പോകാനും ആരുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാ. അതിന് ഞാൻ എന്തും ഞാൻ സഹിക്കും. നിങ്ങൾ ആരും അതിനൊന്നും പറയരുതെന്ന് പറയാ. അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്മി നിൽക്കുന്നത്. അപ്പൊ അരുന്ധതി പിങ്കി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി പറഞ്ഞു, ലക്ഷ്മി പറഞ്ഞത് കേട്ടോ, അവൾ പറഞ്ഞത് കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റി വെക്കുന്നവൾ അവള് നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടില്ലേ, അവൾ നമ്മൾ ഒരുപാട് മാറ്റി നിർത്തിയിട്ടില്ലേ. പക്ഷെ എന്തിനു വേണ്ടി അവൾ ഇതൊക്കെ ചെയ്യുന്നു? അവളുടെ ജീവിതം അവൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവൾക്ക് വേണ്ടി അല്ല അവൾ ജീവിക്കുന്നത്, ഗൗതമിന്റെ കുഞ്ഞിന് വേണ്ടി, അവളുടെ കുഞ്ഞിന് വേണ്ടി അവൾ ജീവിക്കുകയല്ലേ. നമുക്ക് എന്താ അവൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? എന്തെങ്കിലും നമുക്ക് അവൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റും, എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. കഴുത്തിൽ വെറും ഒരു താലിച്ചരടുമായിട്ടാണ് അവൾ നടക്കുന്നത്. പേരിനൊരു താലിച്ചരട് അന്ന് നന്ദുമോനെ ഓഫ്നേജിൽ നിന്ന് എടുക്കാൻ പോയപ്പോൾ അവൾ കെട്ടിയതാ. ആ വെറും ഒരു താലിച്ചരട് അത് അവൾ ഇതുവരെ ഊരി വെച്ചിട്ടില്ല. പക്ഷേ ആ താലിച്ചരട് അവളുടെ കഴുത്തിൽ സ്ഥിരമാകണമെങ്കിൽ അതിനൊരു കാര്യം ചെയ്യാനുണ്ട്. വേറൊന്നുമല്ല, അവളുടെയും ഗൗതമിൻ്റെയും വിവാഹം, പിങ്കിയുടെയും ഗൗതമിൻ്റെയും വിവാഹം ഉടനെ നടത്തിയേ പറ്റൂ, അത് ഉടനെ നടന്നിരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അരുന്ധതി പറയുക, അത് തന്നെയാ ന്യായം ലക്ഷ്മി, നീ പറയുന്നത് തന്നെയാ ന്യായം. ഇനിയിപ്പോൾ ഒത്തിരി വെച്ച് നീട്ടിക്കൊണ്ട് പോകണ്ട. അതുമാത്രമല്ല, നന്ദയ്ക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്നൊന്നും നമുക്കറിയില്ല, എങ്കിലും ഒരിക്കലും അത് ഗൗതമിൻ്റെ കുഞ്ഞല്ല. പിന്നെ എന്തിനു നമ്മൾ ഇനി അവളെ സ്വീകരിക്കണം, ഗൗതമിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം? പക്ഷെ പിങ്കിമോൾ അങ്ങനെയാണോ? അവളുടെ പവിത്രത ഇപ്പോഴും അവൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഗൗതമിന് വേണ്ടി. അവൾ ഗൗതമിന് വേണ്ടി അവളുടെ ജീവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്, അവളുടെ ഭാവി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അവള് നല്ലതുപോലെ പഠിച്ചൊരു പെൺകുട്ടിയല്ലേ, അവൾക്ക് വേണമെങ്കിൽ സ്വത്തുള്ളിടത്തെയാണ് തിരിച്ചു പോകായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നിന്റെ മകന് വേണ്ടിയാണ് ആ പെൺകുട്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചത്. അപ്പൊ പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന ഒന്നും ശരിയല്ല, നമുക്ക് ചെയ്തേ പറ്റൂ, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കണമെന്ന്. ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ മോഹിനിയാണെങ്കിൽ നിലത്തൊന്നും അല്ല കേട്ടോ, അടുത്ത അമ്പലത്തിൽ പോകാൻ വേണ്ടിയാ. ആൺകുഞ്ഞായി ജനിക്കണമല്ലോ, അതുകൊണ്ട് അമ്പലത്തിൽ പോയി ചങ്ങലപ്രദക്ഷിണം നടത്തുന്നു. അങ്ങനെ പല പല നേർച്ചകളാണ്. സത്യത്തിൽ ഇപ്പം നാക്കിൽ ശൂലം വരെ കുത്തിക്കയറ്റാൻ മടിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ മോഹിനി ഉള്ളത്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കനകമ്മ ഉണ്ടല്ലോ, കനകമ്മ പിങ്കിയോട് സംസാരിക്കുന്ന കുറച്ച് സീന് നാളെ കാണിക്കുന്നുണ്ട്. അപ്പൊ കനകമ്മ എപ്പോഴും പിങ്കിയുടെ സൈഡ് തന്നെയാട്ടോ നിൽക്കുന്നത്. പിങ്കിയോട് പറയുന്നുണ്ട്, മോള് സൂക്ഷിക്കണം, മോളുടെ ജീവിതം അത് മോളുടെ കൈപ്പിടിയിൽ തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോളുടെ സ്റ്റാൻഡിൽ ഉറച്ചു തന്നെ നിൽക്കണം. ഇവിടെ നിന്ന് മോളെ വെളിയിലാക്കാനും മോളുടെ കുഞ്ഞിനെ വെളിയിലാക്കാനും ഒക്കെ ഇപ്പം പവിത്രയും അതുപോലെ തന്നെ മോഹിനിയൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും, എന്തിനാ എന്നോട് വെറുതെ ഇങ്ങനെ ഓരോന്ന് വന്ന് പറയുന്നത്? എനിക്കിപ്പോൾ ഒന്നിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എനിക്കിപ്പം വലുതെന്ന് പറഞ്ഞപ്പോൾ, കുഞ്ഞിൻ്റെ ജീവിതം വലുതാണല്ലോ. ആ കുഞ്ഞിൻ്റെ ജീവനും ജീവിതത്തിനും അതുപോലെ ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും പിന്നെ ആ കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് മോള് നന്നായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം. ഒരിക്കലും ആരുടെയും മുമ്പിൽ തലകുനിക്കുവാനോ ഒന്നിനും വേണ്ടി ആരുടെയും മുമ്പ് യാചിക്കുവാനോ ഒന്നും ഒരിട ഉണ്ടാകരുത്. അത് നീ തന്നെയാണ് നോക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കനകമ്മ. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിർമ്മലും നന്ദയും കൂടെയുള്ള കാര്യങ്ങളൊക്കെ
നമ്മുടെ ഗൗതം ഇരുന്നിങ്ങനെ ഓർക്കുകയാണ്. അപ്പം ഗൗതമിന് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ഗൗതം ബൈക്കിൽ കയറി പോയ കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഹൗസ് ഓണർ പറഞ്ഞില്ലേ, ഇന്ന് ഹൗസ് ഓണർ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു ചോദിച്ചില്ലേ, അപ്പോൾ ഇവരുടെ കുഞ്ഞ് തന്നെയാണ് ഗൗരിമോളെന്ന് ഉറപ്പിക്കുകയാണ്. ഏതായാലും സത്യം തിരിച്ചറിയും, ഒരു സമാധാനവുമില്ല. അങ്ങനെ നമ്മുടെ നിർമ്മലിനെ കാണാനായിട്ട് ഗൗതം ചെല്ലുകയാണ്. ഏതായാലും നിർമ്മലിൻ്റെ വായിൽ നിന്ന് തന്നെ വീഴുകയാണ്. ഗൗതം പേടിക്കുന്നത് പോലെ ഒന്നുമില്ല. ഗൗതമേട്ടാന്നാണ് വിളിക്കുന്നത്. ഗൗതമേട്ടൻ്റെ അനിയനാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ നന്ദയുടെ അനിയന, അങ്ങനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നെ നന്ദ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ഞാനും നന്ദേനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നു, അതുമാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയാം. ഇപ്പോഴും നന്ദയുടെ മനസ്സിൽ ഗൗതമല്ലാതെ വേറെ ആരുമില്ല. പക്ഷെ ആ കുഞ്ഞിൻ്റെ കാര്യം പറയുന്നുമില്ല കേട്ടോ. കുഞ്ഞിൻ്റെ കാര്യം നമ്മുടെ നന്ദയോട് ചോദിക്കാതെ പറയാൻ പറ്റില്ലായിരിക്കും നിർമ്മലിന്. അപ്പം അതായിരിക്കും ചിലപ്പോൾ പറയാത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പം മിസ് ചെയ്ത് കളയില്ലേ, എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട്, ഇന്ന് ഫുൾ വിശേഷം നമ്മൾ രാവിലെ ഇടുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ഫുൾ വിശേഷത്തിന് വ്യൂസ് കുറവാണ്. ഇനിയിപ്പം നമ്മൾ വിശേഷം ഇടുന്നില്ലെന്ന് ഓർത്തിട്ടാണെങ്കിൽ നമ്മളിന്ന് രാവിലെ ഒരു 9 മണിയോട് കൂടി ഫുൾ വിശേഷം ഇടാറുണ്ട്. അപ്പോൾ എന്നും അങ്ങോട്ട് ഇടുന്നുമുണ്ട്. പിന്നെ നമ്മുടെ നയനുടെയും ആദർശിൻ്റെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയും നമ്മൾ ഇടുന്നത് നമ്മുടെ പഴയ ചാനലിൽ തന്നെയാണ്. അതായത് നമുക്ക് ഒരു ചാനലുണ്ട്, അപ്പം ആ ചാനലാണ് നമ്മുടെ മെയിൻ ചാനൽ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നമുക്കൊരു 2 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അപ്പം അതിലാണ് നമ്മൾ ആ 2 കഥയും ഇടുന്നത് കേട്ടോ. അപ്പം ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ചോദിച്ചാൽ മതി, എന്നോട് പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളൂ കേട്ടോ. അതിനോടൊപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾ ബെല്ലൈക്കൺ ഒന്നും ക്ലിക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു. ടാറ്റാ ബൈ ബൈ.